ഡ്രൈ ആയി കളഞ്ഞു. ഞങ്ങളുടെ കാണികൾ ഡ്രൈ ആയി കളഞ്ഞു എന്നുള്ളതാണ്. പറയില്ല, ഉറപ്പാണ്. ഓസ്കാർ ഉറപ്പാണ്. വാക്കുകൾക്ക് അതീതം. അതെ, അതിലാണ് ശരിക്കും പറയണത്. എനിക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ കാണാൻ തോന്നുകയാണ്. കാരണം കോംബോ എന്ന് പറയുന്നത് അങ്ങനെയല്ല. സത്യം പറയുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആ ദുഃഖവെള്ളി നമ്മൾ ആചരിക്കുമ്പോൾ അദ്ദേഹം അത് പോയല്ലോ, നമ്മളെ വിട്ട് പോയി. പക്ഷെ ഇവിടെ തിരിച്ച് ആ ദുഃഖവെള്ളിക്ക് കണ്ടപ്പോൾ പൃഥ്വിരാജിന് തിരിച്ചൊരു പുനർജീവനല്ലേ ഇവിടെ കിട്ടിയത് നമുക്ക്. അപ്പോൾ അതിൽ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം മനുഷ്യർ ഇങ്ങനെയും ഉള്ളൊരു അവസ്ഥയിൽ ചെന്ന് വിടുന്നുണ്ടല്ലോ. അത് ഇവിടെയുള്ള ആൾക്കാർ പലതും ഇതിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾക്ക് ഇല്ലായ്മകളിൽ നിന്ന് ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ സത്യം പറയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്നാണ് നമുക്കൊരു ഫീലിങ്സ്. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെസ്പ് ആവുന്നവർക്ക് ഇപ്പം ഞാൻ ഈ പറയുന്ന ആൾ തന്നെ, ഞാൻ തന്നെ ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു. അപ്പോൾ ആൾക്കാരെല്ലാവരും ഇത് കണ്ട് കേട്ടിത് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഭ്യർത്ഥന. പൃഥ്വിരാജിന് വളരെയധികം താങ്ക്സ്. വിഷമം തന്നെ. കാരണം ഈ കഥ കുറേ അറിഞ്ഞിട്ടാണ്, എനിക്ക് പുസ്തകം മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ കഥ കുറേ എൻ്റെ ഫീലിങ്സൊക്കെ അറിഞ്ഞിട്ടാണ് വന്നത്. അപ്പോഴത്തേനും ഇതിൽ നിന്ന് ഒരുപാട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പം ബുക്കും കൂടെ വായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ചിന്തിച്ചു പോയി കേട്ടോ. അതെ തീർച്ചയായിട്ടും. പക്ഷെ ഇത്രത്തോളം വലിയ, അതായത് ഇത്രത്തോളം എഫേർട്ട് അതേ എടുക്കും എന്നുള്ള കാര്യത്തിന് വളരെയധികം ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ അത് അറിയുന്നില്ലല്ലോ. ഇല്ല, ഒട്ടും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സീന്, അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അതിനിപ്പം ഡയറക്ടർ, ഇത്രയും വലിയൊരു ഡയറക്ടറിൻ്റെ ഒരു ഇതിൽ ഞാനൊരു ക്രിറ്റിസിസം അല്ല ചെയ്യുന്നത്, അതിനാൽ ഞാൻ ആരും അല്ല. എന്നാലും ഒരു ചെറിയൊരിത് ആവാം എന്നെനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ നിന്ന് തോന്നിയതാണ്. ഓക്കെ, സാധാരണ നല്ലൊരു ഫിലിമൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. അത് പ്രേമലുവും ഞാൻ കാണാൻ വന്നിരുന്നു. മഞ്ഞുമല ബോയ്സും ഒരു നമ്മുടെ റിയൽ സ്റ്റോറി ആയിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ എൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ എനിക്ക് ആ മനുഷ്യനെ ഒന്ന് കാണണം എന്നൊരു വളരെ ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഉറപ്പായിട്ടും നമ്മൾ നോവലിൽ വായിച്ച കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അയ്യോ, ഒന്നും പറയാനില്ല. സൂപ്പർ, നന്നായിട്ടുണ്ട്. ഇത്രയും വർഷം അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതല്ലേ, അതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും കാണാനുണ്ട്. നോവൽ വായിച്ച ആ ഒരു ഇത് തന്നെയായിരുന്നു മനസ്സിൽ. നോവൽ വായിക്കുമ്പോൾ എല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി. ഒന്നും പറയാനില്ല. ക്ലൈമാക്സിൻ്റെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ നോവൽ വായിച്ച ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു ഉറപ്പായിട്ടും ഉണ്ട്. ഒരിക്കലും ഒരു നോവൽ സിനിമയാക്കുമ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ നോവലിൽ പറയുന്ന കുറേ കാര്യങ്ങളൊന്നും ഒരു സിനിമയാകുമ്പോൾ അതിലേക്ക് അത്രത്തോളം ഒന്നും നമുക്ക് 2.5 മണിക്കൂറിൽ എല്ലാ കാര്യങ്ങളും കൺവേ ചെയ്യണമല്ലോ. നോവലിൽ മൊത്തത്തിലൊന്നും അങ്ങനെ പറ്റില്ല. എന്നാലും അവാർഡിൻ്റെ കാര്യമൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും വർഷത്തെ എഫേർട്ട് എന്താണെങ്കിലും ഉണ്ടാവുമല്ലോ. ഇവിടെ തകർത്ത് കളഞ്ഞു, ഇരുന്ന് കരയായിരുന്നു. ഒന്നും പറയാനില്ല. കഥ വായിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ഒന്നും പറയാനില്ല. ആടിപ്പൊളി. ഓസ്കാർ ഒന്നും തോന്നിയിട്ടില്ല. രാജേട്ടൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ, ഒന്നും പറയാനില്ല. അത്രേ ഉള്ളൂ. സീൻ അങ്ങനെ പറയാൻ പറ്റൂല. സീനൊന്നും അങ്ങനെ പറയുന്നില്ല. പടം കാണുക, കണ്ട് വിലയിരുത്തുക. കാരണം വെച്ചാൽ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി സെക്കൻഡ് ഷോ കണ്ട ഒരാളാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് ഷോയ്ക്ക് ശേഷം ഇന്നലെ വീണ്ടും ഒന്നുകൂടെ കയറിയിരിക്കുകയാണ്. ഞാൻ ആർട്ടിസ്റ്റാണ്, ഫിലിം ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിയുടെ ഡെഡിക്കേഷൻ നമുക്ക് അറിയാൻ പറ്റും. ഞാനും നെക്സ്റ്റ് രാജുവിൻ്റെ അടുത്ത പടത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കാളിയൻ എന്ന മൂവിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് എനിക്ക് പുള്ളി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡെഡിക്കേഷൻ ലെവലാണ് പുള്ളിയുടെ. ഇതിലൊരു ട്രാൻസ്ഫോർമേഷൻ്റെ എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ മാത്രമല്ല, പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ പുള്ളിയുടെ എക്സ്ട്രീം ഒരു ട്രാൻസ്ഫോർമേഷൻ ലെവൽ കാണിക്കുന്ന ഒരു സീനുണ്ട്. ഒരു ഡ്രസ്സ് മൊത്തം മാറ്റിയിട്ട് പുള്ളി ഒരു കാണിക്കുന്ന സീനുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആസ് എ ആർട്ടിസ്റ്റ് ഒരു നിമിഷം നമുക്ക് എണീച്ചിൽ നിന്ന് ഹാറ്റ്സ് ഓഫ് ചെയ്യാൻ തോന്നിപ്പോവും. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു നമ്മുടെ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ ചെയ്യാൻ വിക്രം തന്നെയാണ് രാജുവേട്ടൻ. അത് നമുക്കത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത്രയും ഡെഡിക്കേഷൻ ലെവലാണ്. ഒരു മനുഷ്യൻ ജീവിച്ച് തീർത്ത ജീവിതമാണ് ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു രാജുവേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി കാണിച്ചതിൻ്റെ 4/1 ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നത്. ശരിക്കും പുള്ളി അനുഭവിച്ചതിൻ്റെ 4/1 ഭാഗം മാത്രമേ പുള്ളിയിൽ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും കൂടെ നമുക്കത് കണ്ണ് നനയിക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരൻ്റെയും ഈ ടീമിനും ക്രൂവിനെയും വിജയം തന്നെയാണത്. ശരി, താങ്ക് യു. നല്ല
എങ്ങനെയുണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷൻ? ആ ഒരു സീൻ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ സീനും നല്ലതായിരുന്നു. നല്ല ഡെഡിക്കേഷൻ ഉണ്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി സിനിമയായിരുന്നു. വായിച്ചിട്ടുണ്ടായിരുന്നു ആടുജീവിതം? അടിജീവിതം വായിച്ചിട്ടില്ല. അറിയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ആണ്. റിവ്യൂ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ കണ്ടപ്പോൾ? നല്ലതായിരുന്നു. ഒത്തിരി നല്ലതായിരുന്നു. ആ സീൻ എങ്ങനെയുണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ? നല്ല ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. നല്ല അഭിപ്രായം. നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ വായിച്ചു പക്ഷേ കാണാമോ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സിനിമയായിട്ട്? സിനിമ ആക്ടിങ് രക്ഷയില്ല. പൃഥ്വിരാജിന്റെ ഒരു ബോഡി സംഭവം എങ്ങനെയുണ്ടായിരുന്നു? ബോഡി ഓരോ സീനിലും ഓരോ ഓരോ രൂപത്തിലാണ്. പെട്ടെന്ന് എങ്ങനെ സഡൻലി അത് കണ്ടപ്പോഴത്തേക്കും ഒന്നും പറയാൻ ആടുജീവിതമായിരുന്നു. നല്ല സിനിമയായിരുന്നു. എങ്ങനെയുണ്ട്? ഇന്നൊരു ദുഃഖ വെള്ളിയാഴ്ചയാണ് ഇങ്ങനെ ഒരു സിനിമയും കണ്ടത്. അപ്പൊ എന്താണ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല അഭിപ്രായം. നല്ല സിനിമ. എങ്ങനെയുണ്ടായിരുന്നു പൃഥ്വിരാജ്? കഴിഞ്ഞിട്ട് വന്ന സീൻ എങ്ങനെയുണ്ടായിരുന്നു? അത് കൊള്ളായിരുന്നു. പക്ഷേ സൂപ്പർ ഫിലിമാണ് ഇത്. എന്തായാലും ദേശീയ അവാർഡ് ഷുവറാണ്. അതിനുള്ളതുകൊണ്ട് അതിനുള്ളതുണ്ട്. നോവൽ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു ആടുജീവിതം നോവല്? ഇല്ല വായിച്ചിട്ടില്ല. പക്ഷേ ഡ്രൈ ആയി പോയി, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ ഒരു ഡെഡിക്കേഷൻ? സൂപ്പർ വിചാരിച്ചിരുന്നു ഇത്രത്തോളം? അടിപൊളിയായി പോയി. പുള്ളിക്ക് നാഷണൽ അവാർഡ് ഷുവറാണ്. ഞെട്ടിപ്പോയി കണ്ടപ്പോൾ സീൻ? ഞെട്ടിപ്പോയി തന്നെ. കാരണം നമ്മുടെ രാജ്യത്ത് ഇന്ന് ഒത്തിരി പേരിങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇത് എങ്ങനെ എടുത്തെന്ന് പറയാൻ വാക്കുകളില്ല. ഇങ്ങനെ കരഞ്ഞു പോയോ കണ്ടിട്ടൊരു? പിന്നെ അത് സഹിക്കാൻ വയ്യാത്ത വേദന കൊണ്ടാണ് പോണത് വീട്ടിൽ. പൃഥ്വിരാജ് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സീൻ കണ്ടപ്പോൾ? അത് ഇങ്ങനെ ബോഡി ഇത്രത്തോളം മെലിഞ്ഞ് അപ്പം അത്രത്തോളം പുള്ളി അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഭയങ്കര അത്ഭുതം. അത്രയും ശരീരമുള്ളൊരു വ്യക്തിയായിട്ട് പുള്ളി അത് ആദ്യം എടുത്തതായിരിക്കാം, പക്ഷെ അത്രത്തോളം നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ബോഡി ഇങ്ങനെ ആക്കിയെടുത്തു, പക്ഷെ കണ്ടപ്പം നമുക്ക് പറയാൻ പറ്റുന്നില്ല. സൂപ്പർ പടം, അടിപൊളി പടം. വായിച്ചിട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അതേപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് പടം. അന്നൊരു ദുഃഖ വെള്ളിയും കൂടെ അപ്പൊ ആടുജീവിതം എങ്ങനെയുണ്ട്? അല്ല, ഒന്നും ആ രീതിയിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. സീൻ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പെട്ടെന്ന്? ഇല്ല, സത്യം അല്ല, ഞാൻ ജീവിക്കുകയാണെന്ന് തോന്നി പൃഥ്വിരാജ്. അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. സൂപ്പർ പടം.